നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ കൗൺസിലിൻ്റെയോ മെമ്പറായിട്ട് മാറണം, അല്ലെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനം പോകും. അനുഷ മാം, നമ്മളെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നില്ലേ, അപ്പോൾ ഈ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കണതിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 164 പ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ദ ചീഫ് മിനിസ്റ്റർ ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ MLA-മാരിൽ, അതായത് മെജോറിറ്റി കിട്ടിയിട്ടുള്ള പാർട്ടിയിലെ ലീഡറിനെയാണ് എന്ത് ചെയ്യാറുള്ളത്? ചീഫ് മിനിസ്റ്ററായിട്ട് ഗവർണർ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മിനിസ്റ്റർമാരെ തിരഞ്ഞെടുക്കണേലോ? മിനിസ്റ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന, അതായത് അഡ്വൈസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗവർണർക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സാധാരണ MLA-മാരിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്? ആളുകളെ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇനി അവരല്ലാത്ത, അതായത് ഏതെങ്കിലും ഒരു ഹൗസിൽ മെമ്പർ അല്ലാത്ത ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മിനിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അങ്ങനെ പുറത്തുനിന്നായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? 6 മാസത്തിൻ്റെ ഉള്ളിൽ അവർ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ കൗൺസിലിൻ്റെയോ മെമ്പറായിട്ട് മാറണം, അല്ലെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനം പോകും. പോകൂലേ? അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു ഡൗട്ടും കൂടി ഉണ്ട്. നമുക്ക് 140 MLA-മാരുണ്ട്, 21 മന്ത്രിമാരാണുള്ളത്. അപ്പോൾ ഓരോ മന്ത്രിക്കും 5 MLA അങ്ങനെയാണോ കണക്ക്? അങ്ങനെയല്ല, അതെന്താണ്? ശരിക്കും ഒരു പൊളിറ്റിക്കൽ മിത്താണ്. 5 MLA-മാരുടെ ഇടയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ട് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ മിത്താണ്. ശരിക്കും നമ്മുടെ 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ, ടോട്ടൽ നമ്പർ ഓഫ് MLA-യിൽ നിന്നും 15% ആളുകളാണ് നമുക്ക് മാക്സിമം മന്ത്രിമാരാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 140 MLA-മാരാണല്ലോ ഉള്ളത്. അതിൻ്റെ 15% ആണ് എന്ത്? 21 എന്ന് പറയുന്നത്. അല്ലാണ്ട് 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന കണക്കല്ല. അപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും വിദ്യാഭ്യാസ മന്ത്രിയും ആരാണെന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ.